നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലിക്കും കൊളംബിയയ്ക്കുമെതിരെ അടുത്ത മാസം നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി അർജന്റീനയുടെ സ്ക്വാഡ് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൂപ്പർ താരം ലിയോ മെസ്സിയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? അതുപോലെ തന്നെ മറ്റ് ചില തീരുമാനങ്ങൾ, മറ്റു ചില താരങ്ങൾ പുറത്തുണ്ട്, അതുപോലെ ചില പുതുമുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ TYC സ്പോർട്സ് ഒരു വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലിയോ മെസ്സിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് കാരണം പറയുന്നത് പരിക്ക് തന്നെയാണ്. പരിക്ക് കാരണമാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്. നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്ക മത്സരത്തിൻ്റെ ഫൈനലിനിടക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആംഗിളിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇതുവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടേയില്ല. ഇന്റർ മയാമിക്കായിട്ട് അദ്ദേഹം കളിച്ചിട്ടേയില്ല. അദ്ദേഹം പരിക്കിൽ നിന്ന് അതിവേഗം മുക്തനായി വരുന്നു. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അർജന്റീനക്കായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നൊക്കെ നേരത്തെ നോർത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു, ഇന്റർ മയാമിയുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ഈ മത്സരങ്ങൾക്കുമില്ല, പൂർണ്ണ ഫിറ്റല്ല എന്ന് മാത്രമല്ല, കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഒരു കളിയും കളിക്കാത്ത താരമാണ് മെസ്സി. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിന് ഇറക്കുന്നത് റിസ്ക് ആണ് എന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ലയണൽ സ്കലോനി ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അപ്പം കാര്യം വളരെ വ്യക്തമാണ്. മെസ്സി ഇതുവരെ ഫിറ്റായിട്ടില്ല എന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പുമില്ല. അദ്ദേഹം റിക്കവറി പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫ്രാങ്കോ അർമാനിയും മാർക്കോസ് അക്യൂഞ്ഞയും രണ്ടുപേരും സ്ക്വാഡിലില്ല. നമുക്കറിയാം, അർമാനി സ്കലോനിയുടെ അർജന്റീൻ പരിശീലകൻ എന്ന റോളിലുള്ള അരങ്ങേറ്റ മത്സരത്തിലൊക്കെ അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പെക്കിംഗ് ഓർഡറിൽ താഴേക്ക് പോയി. ഇപ്പോൾ കോപ്പ അമേരിക്കയോടുകൂടി അദ്ദേഹത്തിൻ്റെ അർജന്റീൻ ദേശീയ ടീമിലെ സ്ഥാനം പതിയെ സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്താവുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് വാൾട്ടർ ബെനീറ്റസിനെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അക്യൂഞ്ഞയുടെ കാര്യത്തിൽ അതൊരു പ്യുവർ സ്പോർട്ടിംഗ് ഡിസിഷൻ ആണ്, കോച്ചിൻ്റെ തീരുമാനമാണ്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും അതുപോലെ വാലന്റിൻ ബാർക്കോ എന്നിവരെയാണ് ഇടതു പാർശ്വത്തിൽ കളിപ്പിക്കാൻ കോച്ച് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇസിക്കിയൽ പലാസിയോസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് മെസ്സിയുടെ അതേ പ്രശ്നമാണ്. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കാൽമുട്ടിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ബയർ ലെവർക്യൂസനായിട്ട് അദ്ദേഹം കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അദ്ദേഹം സ്ക്വാഡിലില്ല. പിന്നെ ദിബാല, അദ്ദേഹം കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സ്ക്വാഡിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഒരു പ്രഖ്യാപനം വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ അതേസമയം ചില യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇക്കി ഫെർണാണ്ടസിനെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. അദ്ദേഹം ഒളിമ്പിക്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബിലേക്ക് ചേക്കേറി. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്കുള്ള വാതിൽ കൂട്ടിയടക്കപ്പെടുന്നില്ല സ്കലോനി എന്നുള്ളത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ടാറ്റി കസ്റ്റയാനോസിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.